വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കുന്നതോടൊപ്പം പ്രായാധിക്യത്തിന്റെ ആദ്യ ലക്ഷണമെന്ന് കണക്കാക്കപ്പെടുന്നതും കൂടിയാണ് അകാലനര. 30ന്റെ ഒടുക്കത്തിലും 40കളിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്ന നരച്ച തലമുടി ബാല്യത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്ന കാലത്താണ് ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ ഗ്രീൻമാർക്ക് നാച്ചുറൽ സൊല്യൂഷൻ ഹെന്ന ഇൻഡിഗോ അംല കോമ്പിനേഷൻ പരിചയപ്പെടുത്തി. വർഷങ്ങൾക്കിപ്പുറവും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഗ്രീൻമാർക്ക് പ്രോഡക്റ്റുകളുടെ വിജയഗാഥകളിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ പുതിയ വീഡിയോ. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഒരു വീഡിയോയിലൂടെ ഈ ഗ്രീൻമാർക്ക് സൊല്യൂഷനിലൂടെ, ഗ്രീൻമാർക്ക് എന്ന പേര് തന്നെ, അതായത് മൈലാഞ്ചിക്കും നീലാമരിക്കും ഗ്രീൻമാർക്ക് എന്ന് പറയാൻ തുടങ്ങിയത് തീർച്ചയായിട്ടും മലപ്പുറം ലൈവിന്റെ അതിനുശേഷമുള്ള ഒരു പൂക്ക് എങ്ങനെ നമ്മള് 2018 2018 ജൂൺ 10 ഗ്രീൻമാർക്കിന്റെ സാധാരണ എല്ലാവരും ഇന്ന് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടുള്ള നീലാംബരി ആദ്യമായിട്ട് വിപണിയിലെത്തുന്നത് 2018 ജൂൺ 10 അത് നമ്മുടെ ചില വീഡിയോകളിലൂടെ ആളുകളിലേക്ക് എത്തുന്നു. ഉപയോഗിച്ച് തുടങ്ങിയവരൊക്കെ ആ കസ്റ്റമേഴ്സ് നമുക്കുള്ള ഒരു റോയൽ കസ്റ്റമേഴ്സ് ആണ്, അതല്ലെങ്കിൽ ലോയൽ കസ്റ്റമേഴ്സ് ആണ്. ഞാൻ പറയുന്നത് ലോയൽ കസ്റ്റമേഴ്സ് എന്നല്ല, റോയൽ കസ്റ്റമേഴ്സ് എന്നാണ്. കാരണം സ്ഥിരമായ കസ്റ്റമേഴ്സിനപ്പുറം നമ്മുടെ കസ്റ്റമേഴ്സ് രാജകീയ കസ്റ്റമേഴ്സ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരാണ് നമ്മുടെ ബിസിനസ്സിനെ സ്റ്റേബിൾ ആക്കിയതും ഇത്രമേൽ നമുക്ക് ഗുണകരമാക്കി മാറ്റിയിട്ടുള്ളതും. അപ്പോൾ അത് ഇങ്ങനെ വളർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് ആളുകൾ അന്ന് വിളിക്കുന്നതും നീലാംബരി ചോദിച്ച്, മൈലാഞ്ചി ചോദിച്ച്, നെല്ലിക്ക ചോദിച്ചൊക്കെ വിളിക്കുന്നത്. ഇനി നമുക്ക് 60ലധികം പ്രോഡക്ട്സുകളുണ്ട്, വ്യത്യസ്ത ഗണങ്ങളിലായിട്ടുണ്ട്. അന്ന് ഇത് ചോദിക്കുന്നിടത്തുനിന്ന് ആണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. ഞാൻ തന്നെ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നു. എന്നിട്ട് ഇതിനോടുള്ള ഉപയോഗിച്ചതിന്റെ അർത്ഥത്തിലാണല്ലോ നിങ്ങളും പിന്നെ അതിന്റെ സന്തോഷത്തിൽ നിങ്ങൾ തന്നെ വീഡിയോ ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നു. നമ്മുടെ പരിസരത്ത് വെച്ച് വീഡിയോ, ആ വീഡിയോ 2 വീഡിയോ ആണ് അത് ചെയ്തത്. അത് നിങ്ങളുടെ മലപ്പുറം ലൈവിന്റെ ഒരു ഇതുപോലെയുള്ള ഒരു ഒരു അഭിമുഖം എന്ന രീതിയിൽ ചെയ്തു. ഗ്രീൻമാർക്കിന് വേണ്ടി ഒരു വീഡിയോ നിങ്ങൾ ചെയ്തു തന്നു. ഈ 2 വീഡിയോകളും വലിയ രീതിയിൽ വൈറലായി. നീലാംബരി ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുന്ന ആളുകൾ ഗ്രീൻമാർക്ക് അല്ലേ എന്ന് ചോദിച്ച് വിളിക്കുന്ന അവസ്ഥയിലേക്ക് വന്നത് തീർച്ചയായിട്ടും മലപ്പുറം ലൈവ് മുഹമ്മദ് എന്നെ സുഹൃത്ത്. അപ്പൊ തീർച്ചയായിട്ടും അന്നും എന്നും ആ ഒരു കടപ്പാടുണ്ട് എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഞാൻ താങ്കളുടെ ഒരു വീഡിയോ, ബഷീർ ഭായിന്റെ ഒരു വീഡിയോ ചെയ്യാന്ന് മാത്രമായിരുന്നു അന്ന് ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് ഞാനും അതിന്റെ ബിസിനസിന്റെ ഭാഗമാക്കി പറ്റി. അങ്ങനെ ഞാനൊരു നമ്പർ അതിലെ കൊടുത്തിരുന്നു. ആ നമ്പറിലേക്ക് കോള് വന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കോള് ഒരു ബാത്റൂമിൽ പോകാൻ പറ്റാത്ത രീതിയിലുള്ള കോള് വന്നിരുന്നു. മാത്രമല്ല ആദ്യത്തെ നമ്പർ അതായതുകൊണ്ട് ആദ്യം എനിക്കത് ധൈര്യത്തോടെ കൊടുക്കാൻ പറ്റിയത്, ഞാനത് ഉപയോഗിച്ച് അതിന്റെ ഫലപ്രാപ്തിയിൽ എത്തിയതിനു ശേഷം മാത്രമാണ് ഞാൻ ആ രീതിയിൽ എത്തിയത്. അതില് കലർപ്പില്ല എന്നും അതല്ലെങ്കിൽ ആ കൊടുക്കുന്ന സാധനം അത് യാഥാർത്ഥ്യമാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇന്ന് എന്താണ് അതിന്റെ അവസ്ഥ? ഇന്ന് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. കാരണം നമ്മൾ നീലാംബരി പരിചയപ്പെടുത്തുന്ന സമയത്ത് കേരളത്തിൽ നീലാംബരി ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ 1-2 ബ്രാൻഡൊക്കെ നീലാംബരി പരിചയപ്പെടുത്തി കഷ്ടപ്പെട്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വരുന്നത്. നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു എന്ന് മാത്രമല്ല, ഒപ്പം തന്നെ കുറെ ചലഞ്ചുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിശ്വാസ സംബന്ധിയായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകൾ. ഇങ്ങനെ വലിയ ചലഞ്ചിലൂടെയാണ് ഗ്രീൻമാർക്കിന്റെ നീലാംബരി രംഗത്ത് വരുന്നത്. എതിർത്തവരുണ്ട്, പിന്നെ ചോദ്യം ചെയ്തവരുണ്ട്. അവരൊക്കെ പിന്നീട് നമ്മൾ പ്രചാരകരായി മാറുന്ന, കാരണം ഇതിന്റെ ഗുണം മനസ്സിലാക്കുകയും ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണകരമാണെന്ന് മനസ്സിലാക്കുകയും, ഞാനിപ്പോ അത്രേ പറയുന്നത്, ഒന്ന് മനസ്സിലാക്കി അവർ നമ്മൾ പ്രചാരകരമായി. ഇന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇന്ന് ഞാനിപ്പോ അടുത്ത് ഞങ്ങളുടെ ഒരു ടീം ഇന്ന് കണക്കൂട്ടിയതനുസരിച്ച് ഏകദേശം 50ലധികം ബ്രാൻഡുകൾ ഇന്ന് നീലാംബരി ചെയ്യുന്നുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞു, നമ്മുടെ റോയൽ കസ്റ്റമേഴ്സ് പറയാൻ കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ ചില ആളുകളൊക്കെ ഇപ്പൊ വില കുറവുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വന്നു, താരതമ്യേന വില കുറവുള്ള പ്രൊഡക്റ്റുകൾ വന്നു. അപ്പൊ അതിലേക്ക് മാറിയ ആളുകളൊക്കെ ഉണ്ട്. പല ബ്രാൻഡുകൾ വന്നപ്പോൾ അവൈലബിലിറ്റിയുടെ കാര്യത്തിൽ കുറെ കൂടെ സൗകര്യമുള്ളിടത്തേക്ക് പോയവരുണ്ട്. പക്ഷേ മറ്റുള്ള ബ്രാൻഡുകളൊക്കെ കുറഞ്ഞ ബ്രാൻഡുകളാണെന്നോ അതൊന്നും ക്വാളിറ്റി ഇല്ലാത്ത അഭിപ്രായം ഞാൻ പറയുന്നില്ല. ചിലതൊക്കെ ഇതിന്റെ യഥാർത്ഥ രീതിയെ പാലിക്കാത്തതുണ്ട്, പാലിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ
പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇടക്കാലത്ത് വെച്ച് പോയവരെല്ലാം ഞങ്ങളുടെ കണക്കനുസരിച്ച് മുഴുവനായി തിരിച്ചു വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ വലിയൊരു സന്തോഷമാണ്. അവരൊക്കെ പറഞ്ഞൊരു കാര്യം, ഇവിടെ നിന്ന് ലഭിച്ച സംതൃപ്തി ഞങ്ങൾക്ക് മറ്റൊരിടങ്ങളിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിതിൽ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നീലാവരിയുടെ ബിസിനസ് പലരും നീലാംബരിയുടെ ഒരു പ്രോഡക്റ്റുകൾ വിപണിയിൽ എത്തിക്കാൻ മടിക്കുന്നതിന്റെ കാരണം നീലാംബരി ചില ഘട്ടങ്ങളിലൊക്കെ ഒരുപക്ഷെ നഷ്ടം നമുക്ക് വരുത്തി വെച്ചേക്കാം. കാരണം ഇത് ചില കാലാവസ്ഥയുടെ സംഗതിയിൽ ഈ മൂത്ത ഇലകൾ വളരെ കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. നമുക്ക് ആയുർവേദത്തിന്റെ, നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ആയുർവേദ മരുന്നുകൾക്കും മറ്റൊക്കെ ഉപയോഗിക്കുന്നതിന് മൈലാഞ്ചി ഇല പോലെ എല്ലാ ഇലയും എടുക്കാം, ഒരു കുഴപ്പമില്ല. കളറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിപ്പോ നമ്മുടെ മുടിയിൽ കളർ കൊടുക്കാനാണെങ്കിലും വസ്ത്രങ്ങൾക്ക് കളർ കൊടുക്കാനാണെങ്കിലും ഇപ്പൊ നീലം ഉണ്ടാക്കുന്ന ചെടിയാണല്ലോ ഇത്. അപ്പൊ അതൊക്കെ വേണ്ടിയാണെങ്കിൽ ചെയ്യേണ്ടത് 80% മൂത്തലകൾ എടുക്കണം. വളരെ പ്രത്യേകമായ ചില കാലാവസ്ഥകളിൽ 60% മൂത്തലകൾ എടുത്താൽ മതി, അപ്പൊ ലാഭമാണ്. ഈ 80% പോരാത്ത സമയം വരും. അപ്പൊ നമ്മൾ ഇതിനെ ഒരു എല്ലായ്പ്പോഴും ലാഭം എന്ന ഒരൊറ്റ കാഴ്ചപ്പാടിൽ കണ്ടാൽ നമുക്ക് ലോസ് വരും. അങ്ങനെയാണ് ചിലത് ഇട്ടെറിഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾ ചില ഘട്ടത്തിലെ ലാഭം നമുക്ക് മറ്റൊരു സീസണിൽ ലഭിക്കുകയുള്ളൂ. ഒന്ന്. രണ്ടാമത്തത്, ഗ്രീൻ മാർക്കിന് ഇപ്പോൾ 60-ലധികം പ്രോഡക്റ്റുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഹെയർ കെയർ ഉണ്ട്, സ്കിൻ കെയർ ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്. ഹെൽത്ത് കെയറിൽ നമുക്ക് ഡയറ്ററി സപ്ലിമെന്റ്സിൽ തന്നെ ധാരാളം ക്യാപ്സൂൾസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡയബറ്റിക്കിനുണ്ട്, ജോയിന്റ് കെയറുണ്ട്, അങ്ങനെ കുറെ സംഗതികളുണ്ട്. എല്ലാം നമുക്ക് ബിസിനസ് ഉണ്ട്. ഇതിൽ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും 100% മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. 100% റീപ്ലേസ്മെന്റ് ഓർ മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഉപയോഗിച്ച്, നമ്മൾ പറയുന്നത് പോലെ ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ 50% ഉപയോഗിക്കുന്നതിന് മുമ്പ് അവർക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. നമ്മൾ പ്രോഡക്റ്റ് മാറ്റി കൊടുക്കും. കാരണം ഇങ്ങനെ ഒരു പോളിസി വെക്കാനുള്ള കാരണം എന്താ അറിയോ, നമ്മൾ നീലാംബരിയെ കുറിച്ച് ബിസിനസ് ആയി അവിടെ അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. ഈ നീലാംബരിയെ കുറിച്ച് നിരന്തരം പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ബിസിനസ് തന്നെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ തന്നു. നമ്മൾ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ മറ്റൊരു ഗുണം. ഞാൻ ഉപയോഗിച്ചാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോ പലപ്പോഴും ഒരേ തോട്ടത്തിൽ നിന്ന് എടുക്കുന്നതിന് തന്നെ ചില ചെടികൾക്കോ ചില ഭാഗങ്ങളിലുള്ള ചെടികൾ വെയിലേൽക്കുന്നതിന് കുറവോ അങ്ങനെയുള്ളൊക്കെ സംഗതി വരുമ്പോൾ ചിലപ്പോൾ കളർ കുറഞ്ഞു പോയേക്കാം. അപ്പൊ നമ്മൾ ഒരു തോട്ടത്തിൽ നിന്ന് എടുത്ത് സംഗതികൾ പൊടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ 10-15 പാക്കറ്റ് അപൂർവമായി പിന്നെ ബോട്ടിലുകൾക്ക് ചിലപ്പോൾ കളർ കിട്ടാതെ വരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇത് കിട്ടാതെ വരുന്നത് പരിശോധിച്ചപ്പോഴാണ് ഈ സംഗതി കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നേക്കാം. കാരണം നമ്മൾ ഇതിൽ മറ്റൊന്നും ചേർക്കുന്നില്ല. അതായത് എല്ലായ്പ്പോഴും ഒരുപോലെ കളർ കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും കെമിക്കലല്ല ഇതിലുള്ളത്. തോട്ടങ്ങളിൽ നിന്ന് കാലാവസ്ഥയ്ക്കും വെയില് ഇതൊക്കെ ഏൽക്കുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇത് കിട്ടുന്ന ഒരാൾക്ക് ഒരു പക്ഷേ കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ ഈ കളർ കിട്ടാതെ വന്നേക്കാൻ വരുന്നല്ല. വന്നാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നു. നമ്മൾ പ്രോഡക്റ്റ് മാറ്റി കൊടുക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ അവർക്ക് ഇനി പ്രോഡക്റ്റ് മാറ്റി കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്യാഷാണ് വേണ്ടത്, അവർ അവകാശമാണല്ലോ, തിരിച്ചു കൊടുക്കും. ഇത് നീലാംബരിയിലാണ് തുടങ്ങിയതെങ്കിൽ പോലും നമ്മൾ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഈ പോളിസി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും 100% ഇത് ക്വാളിറ്റി ഉണ്ടെന്നുള്ള വിശ്വാസം നമുക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതിന്റെ ചോദ്യത്തിലേക്ക് വരുന്നത്, ഇന്ന് ബിസിനസ് ചെയ്യൽ ഏറെ സൗകര്യപ്രദമായി. വെല്ലുവിളികളുണ്ട്. അതായത് പിന്നെ ഒരു പലചരക്കട ഉണ്ടായിരുന്നിടത്ത് 10 പലചരക്കടകൾ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ഒരുപക്ഷെ വർദ്ധിക്കുന്നുണ്ടാവില്ല, ആളുകളുടെ എണ്ണം കൂടും, കടകളുടെ എണ്ണം കൂടുമ്പോഴുള്ള സംഗതി ഉണ്ടാവും. പക്ഷെ അപ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ, ഇപ്പൊ നീലാംബരിയാണ് കുറെ ബ്രാൻഡുകൾ ഇറങ്ങിയെങ്കിൽ നീലാംബരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും വിചാരിക്കാത്ത കസ്റ്റമേഴ്സ് പോലും നമുക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്ന്, ഇപ്പോ ഈ ഫേസ്ബുക്കിലായാലും അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ അഡ്വർടൈസിങ് മേഖലയിലേക്ക് വരുമ്പോൾ ഇന്നത്തെ പുതിയ കാലത്ത് ഏതൊരു പരസ്യമോ അതല്ലെങ്കിൽ ഏതൊരു ഇത് നമ്മുടെ ഒരു കമന്റോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ കണ്ടാൽ അതിന്റെ ഇടയിൽ ഒരു നെഗറ്റീവ് ഉണ്ടാവും. അപ്പോ അങ്ങനെ അത്തരത്തിൽ ഈ വീഡിയോയുടെ താഴെ നെഗറ്റീവ് നിങ്ങൾ ഇപ്പൊ പെയ്ഡ് ന്യൂസുകളുടെ കാലമാണ്, അല്ലെങ്കിൽ പെയ്ഡ് ഇന്റർവ്യൂകളുടെ കാലമാണ്. ഇപ്പൊ ഞാൻ യാദൃശ്ചികമായിട്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ വിളി വരുന്നത്. കുറെ കാലമായിട്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ട് കുറച്ച് കാലമല്ലോ. ഇപ്പൊ ഇതുപോലും ഒരു പെയ്ഡ് സംഗതിയായിട്ട് ഉപയോഗിക്കപ്പെടാം. അപ്പൊ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിലേക്ക് മറികടക്കാനുള്ള കാര്യം. നിങ്ങൾ പറഞ്ഞത് പൂർത്തീകരിച്ചു. ഇത് പറഞ്ഞു വന്നാൽ എന്തായിരുന്നു, ഈ കാലത്ത് നമുക്ക് ഇതിനെ നെഗറ്റീവ് പറയാം. പക്ഷെ ഇപ്പോ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ജനങ്ങൾക്കും ഒരു കാര്യം വ്യക്തമാണ്. അതായത് എത്ര നല്ല പ്രോഡക്റ്റുകളുടെ കാര്യമാണെങ്കിലും
അവിടെ നല്ലതല്ലാത്തത് പറയാനുള്ള അങ്ങനെ കുറെ മൈൻഡുള്ള ആളുകളുണ്ട്. ഞാനിത് പരീക്ഷിച്ചറിയട്ടെ എന്ന്. ഇതൊക്കെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാൻ ഇന്നും മാർഗങ്ങൾ കൂടുതലാണ്. അപ്പോൾ മാത്രമല്ല നമ്മുടെ ഈ പോളിസി ഉണ്ടല്ലോ 100% പിന്നെ റീപ്ലേസ്മെന്റ് ഓർ മണി ബാക്ക് ഗ്യാരണ്ടി എന്നുള്ളത്, ഇത് തീർച്ചയായിട്ടും അട്രാക്റ്റീവായിട്ട് ആളുകൾക്ക് തോന്നുന്നുണ്ട്. എന്നോട് ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതായത് ക്ലെയിം ചെയ്തു, എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുകൊണ്ട് ക്ലെയിം ചെയ്തു. നമ്മൾ പ്രോഡക്റ്റ് തിരിച്ചയച്ചു കൊടുത്തു. തിരിച്ചയച്ചതിന്റെ 4ാമത്തെ ദിവസം അദ്ദേഹം വീണ്ടും ക്യാഷ് അയക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ക്ലെയിം നിങ്ങൾ നൽകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, പ്രോഡക്റ്റ് നല്ലതാണെന്ന് ഉറപ്പാണ്, എന്നാൽ പോലും നിങ്ങൾ 100% പിന്നെ മണി ബാക്ക് ഗ്യാരണ്ടി അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി എന്നുള്ളത് നിങ്ങൾ ശരിയായിട്ട് ചെയ്യുന്നതാണോ എന്നറിയാൻ വേണ്ടി. അപ്പൊ ജനങ്ങൾ അത്രയും കൃത്യമായിട്ട് ഒരു കമ്പനി പറഞ്ഞാൽ അങ്ങനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുന്നവരല്ല. അപ്പൊ അതെനിക്ക് കൂടുതൽ സന്തോഷം നൽകി. അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ബിസിനസ് ഉണ്ട്. അത് അദ്ദേഹം പരീക്ഷണാർത്ഥത്തിൽ ചെയ്തതാണെങ്കിൽ പോലും നമുക്കത് വളരെ ഗുണകരമായി. അപ്പൊ അങ്ങനെയാണ് ആളുകൾ, വെറുതെ നമ്മൾ പറഞ്ഞുകൊണ്ടല്ല, അവർ പരീക്ഷിച്ചറിയും. ആ പരീക്ഷിച്ചറിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ടാവും. ഇന്നിപ്പോ കേരളത്തിലും പുറത്തു പോയിട്ട് ഏകദേശം എത്ര ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും? ഔട്ട്ലെറ്റുകളുടെ കാര്യത്തിൽ നമുക്ക് ധാരാളം ഔട്ട്ലെറ്റുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഔട്ട്ലെറ്റുകൾ നമ്മൾ കുറച്ചു വരികയാണ്. അതിന്റെ ഒരു പിന്നെ സംഗതി എന്താന്ന് വെച്ചാല്, ഔട്ട്ലെറ്റുകൾ കൂടുതൽ ആളുകൾ ചോദിക്കുന്ന താല്പര്യമുള്ള എല്ലാ ഔട്ട്ലെറ്റുകളും നിങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച കസ്റ്റമർ അല്ലെങ്കിൽ ഉപയോഗിച്ച കസ്റ്റമറുടെ ബന്ധുക്കൾ അനുഭവസ്ഥരാണ് വന്നത്. അതില് പിന്നെ പലയിടത്തും ഉണ്ടായ സംഗതി എന്താ വെച്ചാൽ, ഇത് വന്നപ്പോൾ കൂടുതൽ ഔട്ട്ലെറ്റുകളിലേക്ക് താല്പര്യം ഉണ്ടായി ആളുകൾക്ക്. പക്ഷെ നമുക്ക് പ്രോഡക്റ്റുകൾ വർദ്ധിച്ചു. പ്രോഡക്റ്റുകൾ വർദ്ധിക്കുമ്പോൾ ഗ്രീൻ മാർക്ക് എന്നുള്ള ആ ബ്രാൻഡിന്റെ സംഗതിയിലാണ് ആളുകൾ ഗ്രീൻ മാർക്ക് പരസ്യം ലഭിക്കുന്നുകൊണ്ടാണ് പരസ്യം ചെയ്യുക. ഇന്ന സ്ഥലത്ത് ലഭിക്കുന്നു. മലപ്പുറത്താണെങ്കിൽ മലപ്പുറം, കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്. അവിടെ ഒരു പക്ഷെ ആൾക്ക് ഡയബറ്റിക് ആയിരുന്നുള്ള ക്യാപ്സൂളിന് വേണ്ടിയായിരിക്കും ഒരു കസ്റ്റമർ ചെല്ലുക. ഇദ്ദേഹം അവിടെയുള്ള ആള് പിന്നെ സ്കിൻ കെയറിലോ ഹെയർ കെയറിലോ മാത്രം താല്പര്യമുള്ള ആളായിരിക്കും. അപ്പോൾ ആ പ്രോഡക്റ്റ് ഉണ്ടാവില്ല. പിന്നെ ചില ആളുകളൊക്കെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കുറെ പ്രോഡക്റ്റുകളുള്ള ഒരു കടയായിരിക്കും, നമ്മുടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വിളിക്കുമ്പോൾ പിന്നെ അവിടെ ഉണ്ട്, ഇപ്പൊ കുന്നുകുളത്തുണ്ട് എന്ന് പറയുന്നു ഒരാള്, ചിലപ്പോൾ അവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് ഓട്ടോറിക്ഷ വിളിച്ച് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ പ്രോഡക്റ്റ് സ്റ്റോക്ക് ഔട്ടാണ്. അപ്പൊ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളെ മാത്രം നിർത്തുകയും ബാക്കിയുള്ളതെല്ലാം നമ്മൾ കമ്പനി നേരിട്ട് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് പോസ്റ്റൽ വഴിയുള്ള ഒരു സംവിധാനം കൂടെ ആയപ്പോൾ ആളുകൾക്ക് ഈസിയാണ്. ഇന്ന് അയച്ചാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടുന്ന ഒരു സംവിധാനം. അതിൽ ഒരു 90% സാറ്റിസ്ഫൈഡ് ആണ്. അതേസമയം വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡീലേഴ്സ് ഉണ്ട്. അത് നമ്മുടെ വിജയങ്ങളിൽ വലിയ പങ്കുവച്ചവരാണ്. അവരെ വീഴ്ചകൾ ഉണ്ടായാലും മികവുകൾ ഉണ്ടായാലും അവരെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അത് പറഞ്ഞാൽ അത് നമ്മുടെ ബോണാണ്. അതുകൊണ്ട് ഇതിന്റെ അപ്ലൈ ചെയ്യുന്ന രീതി ഒന്ന് എങ്ങനെയാന്ന് പറയാം. ഇത് നമ്മൾ വിശദമായി ഗ്രീൻ മാർക്കറ്റിൽ കുറെ വീഡിയോകൾ വന്നിട്ടുണ്ട്. എത്ര വീഡിയോകൾ ചെയ്താലും ഈ നീലാംബരി അപ്ലിക്കേഷൻ എന്നുള്ളത് പിന്നെ പല ആളുകൾക്കും വലിയ കൺഫ്യൂഷനുള്ള കാര്യമാണ്. അത് കൺഫ്യൂഷൻ ഉണ്ടാകാൻ 3-4 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് സാധാരണ പെട്ടെന്ന് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. മറ്റൊന്ന്, ഇത് നിങ്ങൾ ജസ്റ്റ് നീലാംബരി അല്ലെങ്കിൽ ഇൻഡിഗോ ഹെയർ ഡൈ എന്ന് യൂട്യൂബിൽ അടിച്ചാൽ 100,000 വീഡിയോകളുണ്ട്. ഈ 100,000 വീഡിയോകൾ ചെയ്യുന്നവർ ഒരിക്കൽ പോലും നീലാംബരി വേണ്ട വിധത്തിൽ ഒരു തവണ പോലും ഉപയോഗിക്കാത്തവർ പോലും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണെന്നൊരു കഥയില്ല. നീലാംബരിയുടെ അടിസ്ഥാന തത്വം പോലും, നീലാംബരി ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, കളറിങ്ങിന്റെ റേഷ്യോ എന്താണ് എന്ന് പോലും അറിയാത്ത ആളുകൾ പോലും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ചില ആളുകളോട് നേരത്തെ സംസാരിച്ചു. പറഞ്ഞു ഇതൊക്കെ ഒരു യൂട്യൂബ് ബിസിനസ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞവരുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഇത് എങ്ങനെ ഉപയോഗിക്കും, ചിലപ്പോൾ മൈലാഞ്ചിയും നീലാംബരിയും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാം, അതിന് ബീട്രൂട്ട് അങ്ങനെ ചേർക്കാം ഇങ്ങനെ ചേർക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ സമയം ഒരുപാട് കളഞ്ഞവരുണ്ട്. നമ്മളും ഈ 6 വർഷത്തിലധികമായി നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈലാഞ്ചി, നെല്ലിക്ക. അതെങ്ങനെ റേഷ്യോ ഞാൻ പറയാം. ആദ്യം ഉപയോഗിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളഞ്ഞ് പിന്നീട് അപ്പോൾ തന്നെ നീലാംബരി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ തത്വം. അതിന്റെ റേഷ്യോ ഞാൻ പറയാം. ഇത് ഒഴിവാക്കി ഒറ്റ തവണയായി ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിന് വേണ്ടി 6 വർഷമായി നിരന്തരമായ അന്വേഷണങ്ങളിലാണ് ഞങ്ങളും മറ്റു പലരും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ദിവസം കണ്ടെത്താൻ കഴിയും എന്ന വിശ്വാസമുണ്ട്. നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, റിസൾട്ട് ഉണ്ട്. പക്ഷെ അങ്ങനെ ഇത് രണ്ടും കൂടെ ലാസ്റ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല ചില ആളുകൾക്ക് അത് റിസൾട്ട് ഉണ്ടാവുന്നില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ദിവസം ഇതിന് പരിഹാരം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലും നമ്മളുള്ളത്. അപ്പൊ ഇപ്പൊ പലരും ഒറ്റ തവണ ഉപയോഗിച്ചാൽ മതി, നീലാംബരിയുടെ കൂടെ മൈലാഞ്ചി വേണമെന്നില്ല, അങ്ങനെ പലതും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് ഒന്നുകൂടെ പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാണ്. നമ്മൾ ഗ്രീൻ മാർക്ക് പറയുന്ന ഒരു രീതിയുണ്ട്. നമ്മളുടെ പ്രോഡക്റ്റിലുള്ള വിശ്വാസം കൊണ്ടും
നമ്മുടെ പ്രോഡക്റ്റിന്റെ റേഷ്യോ അനുസരിച്ചാണ് പറയുന്നത്. ആദ്യം ഉപയോഗിക്കേണ്ടത് മൈലാഞ്ചിയും നെല്ലിക്കയും ചേർത്ത മിശ്രിതമാണ്. അത് നമ്മുടെ തലയിൽ അല്ലെങ്കിൽ താടിയിൽ മെഷീൻ എണ്ണമയം ഉണ്ടെങ്കിൽ ഹെർബൽ ഷാമ്പുവോ താളിയോ ഉപയോഗിച്ച് അതിനെ നീക്കം ചെയ്യണം. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല. എണ്ണമയം ഇല്ലെങ്കിൽ സാധാരണത്തെ ഒരു റേഷ്യോ ഞാൻ പറയാം. ഒരു 3 ടീസ്പൂൺ മൈലാഞ്ചി, 3/4 ടീസ്പൂൺ നെല്ലിക്ക പൗഡർ, ഇത് ഒരുമിച്ച് മിക്സ് ചെയ്യുക. ഒരു സ്റ്റീൽ പാത്രത്തിൽ വെറുതെ മിക്സ് ചെയ്യുക. നല്ല കടുപ്പത്തിൽ കട്ടൻ ചായ തിളപ്പിക്കുക. തേയില വെള്ളം, ചില ആളുകൾക്ക് മനസ്സിലാതിരിക്കുന്നത്. കട്ടൻ ചായ തിളപ്പിച്ച് നല്ല ചൂടോടുകൂടെ ഇതിലേക്ക് വെച്ച് മിക്സ് ചെയ്യും. നല്ല ചൂടോടുകൂടി വേണം. കട്ടൻ ചായ ഞങ്ങൾ ഒഴിക്കാറുണ്ട് കയറി തണുത്തിട്ട് ഒഴിക്കുന്നവരുണ്ട്. ഉണക്കി പൊടിച്ചൊരു കളവ് വരേണ്ട ഒരു പൗഡർ, മൈലാഞ്ചി ആണെങ്കിലും നീലാമ്പരി ആണെങ്കിലും ഒക്കെ ഉണക്കി പൊടിച്ചതാണെങ്കിൽ അതിന്റെ യഥാർത്ഥ കളർ വരണമെങ്കിൽ ചൂട് ചെല്ലണം. അതുകൊണ്ടാണ് അപ്പൊ നല്ല ചൂടുള്ള കട്ടൻ ചായ വെച്ച് മിക്സ് ചെയ്ത് ഒരു 3-4 തുള്ളി ചെറുനാരങ്ങ സ്ക്യൂസ് ചെയ്യുക. നല്ലതാണത്. ഒഴിവാക്കിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലാക്കി വെക്കുക. ഏറ്റവും മിനിമം 10 മിനിറ്റ് ചൂടാറാൻ വെക്കുക. എത്ര സമയം വെച്ചാലും കുഴപ്പമില്ല, മൈലാഞ്ചി ആയതുകൊണ്ട്. ഇപ്പൊ ഇന്ന് എടുത്ത് വെച്ചിട്ട് നാളെ ഉപയോഗിക്കുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. 10 മിനിറ്റെങ്കിലും വെച്ചാലും നമ്മുടെ പ്രോഡക്ട്സ്, ഗ്രീൻ മാർക്കിന്റെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ പറയുന്നത് 10 മിനിറ്റ് കഴിഞ്ഞ് ചൂടാറിയാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പല പ്രോഡക്റ്റുകൾക്ക് അത് പറ്റില്ല. ഏതാണെങ്കിലും മുടി നനച്ചു കൊടുത്ത് വേണം ഉപയോഗിക്കാൻ. ഇപ്പൊ താടിയാണെങ്കിലും മീശയാണെങ്കിലും ഒക്കെ നനച്ചു കൊടുത്ത് ഉപയോഗിക്കാം. ചില നെഞ്ചത്തെ രോഗത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് ഞാൻ അടക്കം ഉപയോഗിക്കുന്ന ഒരാളാണ്. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നന്നായിട്ട് മുടി നനച്ചു കൊടുത്തതിന് ശേഷം നന്നായി പല്ലകളുള്ള ചുവപ്പ് വെച്ച് ചെയ്യുക. പിന്നെ ബ്രഷ് വെച്ചിട്ട് ഉപയോഗിക്കുകയാണ് നല്ലത്. പലകൾ ചുവപ്പ് വെച്ച് ചെയ്യി കഴിഞ്ഞാൽ നമ്മൾ തേച്ച സാധനം അതിലേക്ക് പോകും. പിന്നെ എന്ത് ചെയ്യണം? നന്നായിട്ട് കവർ ചെയ്യണം. നരച്ച ഭാഗം നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. പൊത്തി വെക്കാന്ന് വേണമെങ്കിൽ പറയാം. 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം. 3/4 മണിക്കൂറോട് നിറാവും. 1 മണിക്കൂർ വരെ വെക്കാം. അപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും വരുന്ന പല തോട്ടങ്ങളിൽ നിന്ന് വരുന്നതിന് 3/4 മണിക്കൂർ കൊണ്ട് കളർ നന്നായിട്ട് ആവുന്നതുകൊണ്ട് 1 മണിക്കൂർ ആയാലും കളർ ആവുന്നുണ്ട്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് അതുപോലെ ചെയ്യാം. 1 മണിക്കൂറിലധികം ഒരു കാരണവശാലും മൈലാഞ്ചി ഉപയോഗിക്കാതിരിക്കും. അതെന്തുകൊണ്ടെന്നാൽ മൈലാഞ്ചിയുടെ കളർ അമിതമായാൽ നീലാമ്പരി അതിനേക്കാൾ കൂടുതൽ സമയം ഇടേണ്ടി വരും. അപ്പൊ നമുക്ക് നീലാമ്പരി ഒരു ചലഞ്ചാണത്. അപ്പൊ ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞ് ചെമ്പൻ നിറായിട്ടുണ്ടാവും. ഉടനെ തന്നെ നീലാമ്പരി ഉപയോഗിക്കാം. അപ്പൊ മൈലാഞ്ചി നമ്മൾ 3 ടീസ്പൂണും നെല്ലിക്ക 3/4 ടീസ്പൂൺ, അതായത് 1 ടീസ്പൂൺ മൈലാഞ്ചിക്ക് 1/4 ടീസ്പൂൺ നെല്ലിക്ക എന്നുള്ളതാണ് റേഷ്യോ. അപ്പൊ അതൊരു 3/4 രണ്ടും കൂടി ഉള്ളത്. നീലാമ്പരി ഉപയോഗിക്കുമ്പോൾ ഒരു 4/4 ടീസ്പൂൺ എടുക്കണം. എപ്പോഴും മൈലാഞ്ചിയുടെ ഇതിനേക്കാൾ കൂടുതലായിരിക്കണം നീലാമ്പരി. കാരണം നീലാമ്പരി ഗാഢത കൂടുതലാണ്, വീണ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എടുക്കുക. ചൂട് വെള്ളത്തിലാണ് നീലാമ്പരി മിക്സ് ചെയ്യേണ്ടത്. നല്ല തിളച്ചതാണെന്നില്ല, പക്ഷെ ചൂട് കുറയരുത്. അങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. ശരിക്കും നല്ലത് മൈലാഞ്ചി ഇട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നീലാമ്പരി കലക്കി വെക്കുക. അപ്പൊ മൈലാഞ്ചി കഴുകി കളയുമ്പോഴേക്കും ഇത് ചൂടാക്കി സെറ്റ് ആയിട്ടുണ്ടാവും. ഉടനെ ഇത് ഉപയോഗിക്കാം. ഇതുപോലെ നന്നായിട്ട് തടിലൊക്കെ ആണെങ്കിലും നന്നായിട്ട് തേച്ച് വെക്കാവുന്നതാണ്. എവിടെയും നരച്ച ഭാഗം കാണാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് വെക്കുമ്പോൾ. പിന്നെ നമ്മുടെ ശരിയായിട്ട് കിട്ടുന്നതിന് വേണ്ടി നന്നായിട്ട് ഉള്ളിലേക്ക് ചെറുപ്പൊക്കെ വെച്ച് ചെയ്താൽ റൂട്ടിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് കുറെ ദിവസം ഈ കളർ കിട്ടും. തുമ്പത്ത് മാത്രമാകുമ്പോൾ അത് പോയി പോകും. അപ്പോൾ അത് 1 മണിക്കൂർ ചെയ്യാം. നീലാമ്പരി 1 മണിക്കൂറിൽ കൂടുതൽ വെക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പലപ്പോഴും മൈലാഞ്ചി ശരിക്കും 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇടും. അപ്പൊ നീലാമ്പരി കളർ വേണ്ട വിധത്തിൽ കിട്ടുന്നില്ല എന്ന് പറയും. അതൊരു കാരണമാണ്. പിന്നെ വീട്ടിലെ മൈലാഞ്ചി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ. നമ്മുടെ ഇത് ഉപയോഗിക്കുന്ന ആളോട് പറയാനുള്ള സംഗതി എന്താണ്? വീട്ടിലെ മൈലാഞ്ചി ഉപയോഗിക്കാം. 1/2 മണിക്കൂർ കൊണ്ട് കളറാവുന്നതുണ്ട്. നിങ്ങൾ 1/2 മണിക്കൂർ ഉപയോഗിച്ചാൽ മതി. പച്ച മൈലാഞ്ചി ആണെങ്കിൽ കളറായാൽ നിർത്താം. മാർക്കറ്റിൽ വാങ്ങുന്ന പല മൈലാഞ്ചികളും, ഒരു ബ്രാൻഡിനെയും ഞാൻ പറയുന്നില്ല, പല മൈലാഞ്ചികളിലും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കും മൈലാഞ്ചി പൊടി വാങ്ങിച്ച് ഉപയോഗിച്ചാൽ പറയാം. പക്ഷെ മൈലാഞ്ചിയുടെ കളർ ആവില്ല അതിൽ ഉണ്ടാവുക. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ചില കളറുകൾ ഉണ്ടാവും. പിന്നെ ബർഗണ്ടി കളർ വേറെ വരുന്നുണ്ട്. അപ്പോൾ 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് കളർ ആഡ് ചെയ്തിട്ട് വരുന്നുണ്ട്, മറ്റൊന്ന് കെമിക്കൽ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഇത് രണ്ടാണെങ്കിലും നീലാമ്പരി പിടിക്കില്ല. അതായത് പ്യുവർ മൈലാഞ്ചി പൊടി ഉണ്ട്, മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അതാണെങ്കിൽ നീലാമ്പരി പിടിക്കും. നീലാമ്പരി ആന്റി ടോക്സിക് ഔഷധമാണ്. വിഷാംശങ്ങളെ പുറന്തള്ളാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ നമ്മുടെ സ്കിന്നിൽ തന്നെ ഒരു കെമിക്കൽ അലർജി ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന നിർത്തിയാൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ചൊറിച്ചിൽ വരും അപൂർവമായിട്ട്. കാരണം വെച്ചാൽ ആ ഉള്ളിലതിനെ കളയാണ്, പിന്നെ ഉപയോഗിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവരുത്, എല്ലാവർക്കും ഉണ്ടാവുന്നല്ല. അപ്പോൾ വിഷാംശങ്ങളെ പുറന്തള്ളുന്നതുകൊണ്ട് കെമിക്കലിന്റെ അംശം ഉണ്ടെങ്കിൽ നീലാമ്പരി കളറായി പിടിക്കാനല്ല കൂടുതൽ ശ്രമിക്കുക, അതിനെ കളയുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്ന് മാത്രം. 1 മണിക്കൂർ കഴിഞ്ഞ് നീലാമ്പരി കഴുകി കളയുക. സാധാരണ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് 60, 50, 70% റിസൾട്ടാണ് ഉണ്ടാവുക. ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒറ്റ തവണ ഉപയോഗിക്കും. അപ്പോൾ നമ്മളുടെ ഒരു നിർദ്ദേശം തുടർച്ചയായ 3 ദിവസം ഉപയോഗിക്കുന്നത്. നമ്മളൊരു കാര്യത്തിൽ അറിഞ്ഞാണല്ലോ, ഇന്ന് ഉപയോഗിച്ചു നാളെയും മൈലാഞ്ചി ഉപയോഗിക്കുക, മറ്റന്നാളും മൈലാഞ്ചി ഉപയോഗിച്ചു നീലാമ്പരി ഉപയോഗിച്ചു, മൈലാഞ്ചി ഉപയോഗിച്ചു നീലാമ്പരി ഉപയോഗിച്ചു, ഇങ്ങനെ തന്നെ ചെയ്യുക. അഥവാ ഒരു ദിവസം പറ്റില്ല, ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഉപയോഗിക്കാം.
അപ്പോൾ ആദ്യത്തിൽ ഒരു കണ്ടിന്യൂസ് ഡേസിൽ ഉപയോഗിച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു സ്റ്റെബിലിറ്റി ഉള്ള കളർ വന്നു. പിന്നെ താടിയിൽ മീശയിൽ ആകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ മതി, തലമുടിയിൽ 15 ദിവസം കൂടുമ്പോൾ ഉപയോഗിച്ചാൽ മതി. 2 രീതിയാണ് ഇതിനുള്ളത്. ഇത് രണ്ടൊക്കെ താടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ വരെ ഇവിടെയൊക്കെ താടിയുള്ള കളഞ്ഞ് ഇവിടെ, അപ്പൊ അങ്ങനത്തെ താടിയുള്ളവരുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നിറച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ കൊടുത്ത കളർ അവിടെ ഉണ്ടാവും, പക്ഷെ മുളച്ചു വരുന്ന ഒരു വെള്ളമായിരിക്കും. അപ്പൊ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ആൾക്കാണെങ്കിൽ അവിടെ അത് വരുന്ന സമയത്ത് പാക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ 15 ദിവസമല്ലേ പറഞ്ഞു ഞാൻ അതിന് മുമ്പ്, കാരണം വരുന്ന മുടി കൊണ്ടൊരു വെള്ളമായിരിക്കും. ഇവിടുന്ന് തന്നെ നിറച്ചു തുടങ്ങുന്ന ഒരാളാണെന്നായിരിക്കും, അയാൾക്ക് 15 ദിവസം ചിലപ്പോൾ കിട്ടില്ല. കാരണം മുളച്ചു വരുന്ന മുടി കാണുമ്പോൾ അതേസമയം ഉള്ളിലൊക്കെ നിറയുള്ളവരുണ്ടാവും, അവർ 1 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതറിയില്ല. അങ്ങനെ അപ്പൊ ഇതിനെ പറയുമ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതായത് ഇതൊരു മെഡിസിനോ അതല്ലെങ്കിൽ ഒന്നുമല്ല, പൂർണ്ണമായിട്ട് മാറുമെന്നുള്ളതല്ല, ഒരിക്കലും അല്ല. ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പൂർണ്ണമായി മാറുന്ന കാര്യം പറഞ്ഞപ്പോൾ നമുക്കൊരു ആന്റി ഡാൻഡ്രഫ് ആൻഡ് ഹെയർ ഫോൾ കൺട്രോൾ ഹെയർ ഓയിൽ ഉണ്ട്. നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ച് മുടി കുറിച്ച് നിൽക്കാനും താരം പോകാനുള്ള ഹെയർ ഓയിലാണ്. അത് 100% അത് നടക്കും. പക്ഷെ അത് ഉപയോഗിച്ചിട്ട് കഷണ്ടിയിലും മുടി വീർത്തവരുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്, എന്റെ അയൽവാസികളുടെ കൂട്ടത്തിൽ തന്നെ പറയാവുന്ന ആളുണ്ട്. പിന്നെ അല്ലാതെ നമ്മുടെ കസ്റ്റമേഴ്സിലുണ്ട്. അവർ പറഞ്ഞു നിങ്ങളിത് പിന്നെ കഷണ്ടിയിൽ മുടി വീർക്കുന്നു നിങ്ങൾക്ക് പറയാം, ധൈര്യമായിട്ട് പറയാൻ നിങ്ങൾ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞാൽ നമുക്ക് സാധ്യമല്ല. കാരണം വെച്ചാൽ ഞാൻ നിൽക്കുന്ന 1000-10,000 ആളുകളിൽ 4-5 ആളുകൾക്കാണ് ഇത് സംഭവിച്ചത്. ഈ ആളുകളെ പരസ്യം ചെയ്ത് വ്യക്തികൾ ഒരുപക്ഷെ ഇത് കേട്ടിട്ട് അവരുടെ സത്യമായിട്ടുള്ള അവരുടെ ഒരു വർത്തമാനത്തിൽ ഒരുപക്ഷെ ആളുകൾ വാങ്ങും, പക്ഷെ എല്ലാവർക്കും സംഭവിക്കില്ല. അപ്പൊ അതുപോലെ തന്നെ ഇത് മുടി ഇപ്പൊ എന്നോട് പറഞ്ഞു ഞാനിപ്പോ എനിക്ക് മുടി നരയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ അപൂർവം ചിലരിൽ ആളുകളുണ്ട്. അതായത് മുടി നര നിന്നു എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അതിനെ നീലാമരി കൊണ്ട് അങ്ങനെ സാധ്യമാവുന്നു എല്ലാവർക്കും സാധ്യമാവുന്നു വിചാരിക്കുന്നില്ല. വളരെ അപൂർവം ചിലർക്ക് അവരുടെ മുടിയുടെ എന്തെങ്കിലും അത്രയും കുഴപ്പങ്ങളായിരിക്കും അത് മാറിയിട്ടുണ്ടാവും. ഇത് ഒരു നാച്ചുറൽ ഹെയർ ഡൈ എന്ന് പറയാനാണ് നമ്മൾ കമ്പനി ആഗ്രഹിക്കുന്നത്. ഇത് കെമിക്കൽ ഇല്ല, അലർജി ഇല്ല, സൈഡ് എഫക്ട്സ് ഇല്ല, ഇതുകൊണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല, ഇതുകൊണ്ട് മുടിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. മുടി വളരാനുള്ള എല്ലാ ഔഷധങ്ങളിലും എന്ന പോലെ നീലാമരി മൈലാഞ്ചിയും നെല്ലിക്കയുണ്ട്. അതുകൊണ്ട് ഇത് അതിന് ഗുണകരമായേ ഭവിക്കുള്ളൂ. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വാഷ് ചെയ്ത് കളയുമ്പോൾ ഇത് കളറിങ് ഏജന്റ് തന്നെയാണ്, നാച്ചുറൽ ആണെങ്കിൽ. ചില ആൾക്കാരുണ്ട് ഇത് പെട്ടെന്ന് ഇത് കളർ വെറുതെ പോകും, നമ്മൾ ഹെർബൽ ഷാമ്പു താളി ഉപയോഗിക്കണം. നമുക്ക് ഹെർബൽ ഷാമ്പു ഉണ്ട്, ഇത് കഴുകാൻ വേണ്ടി തന്നെ ഉണ്ട്, അതിന് നിങ്ങൾ താളി ഉപയോഗിച്ചാൽ മതി. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കെമിക്കൽ ഷാമ്പു കെമിക്കൽ സോപ്പ് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് 15 ദിവസം കിട്ടിയത് 10 ദിവസം കിട്ടുള്ളൂ മാത്രം. ഒരു ആഴ്ച കിട്ടുന്നത് 4 ദിവസം കിട്ടുള്ളൂ. പക്ഷെ കഴുകി അങ്ങനെ കളയണം. അങ്ങനെ കളഞ്ഞില്ലെങ്കിൽ അപൂർവം ചില ആളുകൾക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഒരു സംഗതി വന്നാൽ അത് സ്കിന്നിലേക്ക് സ്പ്രെഡ് ആവുന്ന സ്വഭാവം ഉണ്ടാവും. അപ്പൊ അവർ മുഖയിരുണ്ടി വരും. അപ്പൊ ഇത് എപ്പോൾ കഴുകുമ്പോഴും കഴുകിയാൽ ഇതിന്റെ കളർ പോകുന്നുള്ള പേരിൽ നിൽക്കിയത് പോവില്ല, കറയായിട്ട് പിടിച്ചതാണ്, അത് സാവകാശമേ പോകും. നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ മുടിയാണെങ്കിലും താടിയാണെങ്കിലും ഒക്കെ നന്നായിട്ട് രോമങ്ങളുടെ ഉള്ളിലേക്ക് കൈ കടത്തി തന്നെ ഷാമ്പു കൊണ്ട് ഹെർബൽ ഷാമ്പു കൊണ്ടോ ഫേസ് വാഷ് കൊണ്ടോ കഴുകി കളയണം. കഴുകി കളഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെ കറക്റ്റായിട്ട് പോകുന്ന ഒരാൾക്ക് യാതൊരു വിധത്തിൽ സ്കിന്നിനോ മുടിക്കോ പ്രശ്നം ഉണ്ടാവില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്, ഇത് പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വെള്ളം ചേരുന്ന ഒന്നാണ് എന്നുള്ളതാണ്. എല്ലാവർക്കും വെള്ളം ചേരും. അവര് പിന്നെ അംഗസ്നാനം ആണെങ്കിലും കുളി നിർബന്ധമായ കുളി ആണെങ്കിലും ഇതിനെല്ലാം ഒരു തടസ്സമില്ലാത്ത സംഗതിയാണ്. വെള്ളം ശരി, ഇത് കറയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കൈയിന്റെ വിരലിൽ പെയിന്റ് ആയി, ആ പെയിന്റ് ആയി കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യാതെ, അതിന്റെ അംശം മുഴുവനായി നീക്കം ചെയ്യാതെ ഒരു വിശ്വാസിയുടെ അംഗസ്നാനം ശരിയാവില്ല, കുളിയും ശരിയാവില്ല. അതേസമയത്ത് നമ്മൾ പച്ചക്കറി അതുപോലുള്ള പെട്ടെന്ന് കറയാവുന്ന പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇത് അരിഞ്ഞ് ഇത് കുറെ നേരം നമ്മൾ കൈകാര്യം ചെയ്താൽ കയ്യിൽ കറുത്തിരിക്കും. ഇത് നീക്കം ചെയ്യേണ്ട കാര്യമില്ല, അത് കറയാണ്, കറയിൽ വെള്ളം ചേരും. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ട് ഇവിടെയുള്ളത് മുടിയിൽ കറയായിട്ട് പിടിക്കലാണ്, കോട്ടിംഗ് ആയിട്ട് അതിന്റെ ഒരു എന്താ പറയുക ഒരു അംശം അവിടെ നിൽക്കുന്നില്ല. ഇപ്പൊ നമ്മൾ കെമിക്കൽ ഡൈ അടിക്കുന്ന സമയത്ത് അത് പെയിന്റിംഗ് ആണ്, അതിന് മുകളിൽ ഒരു കോട്ടിംഗ് കൊടുക്കലാണ്. വെള്ളം ചേരില്ല എന്ന് മാത്രമല്ല മുടിക്ക് ശ്വസിക്കാൻ കഴിയാത്ത പ്രശ്നം വരും, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോ കെമിക്കൽ ഡൈ കൊണ്ട് മാത്രം കിഡ്നി അടിച്ചു പോയവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ശാസ്ത്രം വളരെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ സിമ്പിൾ ആണ്, ഇത് കറയായിട്ട് പിടിക്കുകയാണ്, മുടിക്കും ശരീരത്തിന് പ്രശ്നം വരുന്നില്ല. വിഭാഗത്തുകൾക്ക് വിശ്വാസികളെ സംബന്ധിച്ചുള്ള ആരാധന കർമ്മങ്ങൾക്ക് യാതൊരു വിധത്തിലും തടസ്സം വരുന്നില്ല. അവിടെ ഒരു ചോദ്യം പിന്നെ അതിൽ ഉന്നയിക്കാറുണ്ട് ഈ കറുപ്പിക്കുന്നതിനെ കുറിച്ച്. അത് പണ്ഡിതന്മാർ പറയേണ്ട സംഗതിയാണ്. നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നൊരു മേഖലയുണ്ട് ഇതിൽ. ഇന്നത്തെ
ഒരു 18 വയസ്സുള്ള ചെറുപ്പക്കാരെടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ 10 ആളെടുത്തു കഴിഞ്ഞാൽ 4 ആളെങ്കിലും മുടി നരച്ചു തുടങ്ങിയിട്ടുണ്ടാവും. 20 അകാല നരയാണ്. അകാല നര ഒരിക്കലും വാർദ്ധക്യ നരയല്ല. ഈ ചെറുപ്പക്കാരൊക്കെ നേരെ എന്ത് ചെയ്യും? നരച്ചു തുടങ്ങിയാൽ ബാർബർ ഷോപ്പ് ഒന്ന് മുടി വെട്ടുമ്പോൾ കെമിക്കൽ ആയിരിക്കും. ആദ്യത്തെ പ്രാവശ്യം മുതൽ തന്നെ ഇവരിങ്ങനെ സത്യത്തിൽ ഇവരുടെ അംഗസ്നാനം ശരിയായി പോവാണ്. അപ്പൊ അതിനുള്ള ഒരു പരിഹാരം കൂടിയാണ് ഇത് നാച്ചുറലായി അതിന് പരിഹരിക്കാൻ കഴിയുന്നത്. ഈ കഴുകി കളയാനുള്ള ഷാമ്പുവിനെ കുറിച്ച് പറഞ്ഞു, അതും നാച്ചുറൽ തന്നെയാണ്. നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും നാച്ചുറലാണ്. നമ്മുടെ പ്രൊഡക്ട്സുകളിൽ ഒന്നിലും കെമിക്കലില്ല. കഴുകി കളയാൻ വേണ്ടി മാത്രമായിട്ടല്ല നമ്മൾ ആ ഷാമ്പു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ അത്തരമൊരു ഉദ്ദേശത്തിൽ പിന്നെ ഒരു ഹെയർ കെയർ ഷാമ്പു എന്ന രീതിയിൽ ഹെയറിന് ഉപകാരപ്പെടുന്ന ഷാമ്പു ഒന്ന് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ ഇംപ്രൂവ് ചെയ്ത്, കാരണം നമ്മുടെ മാർക്കറ്റിലുള്ള പ്രോഡക്റ്റുകളുടെ റേഞ്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുന്ന പലതരത്തിലുള്ള നാച്ചുറൽ കണ്ടന്റുകളുള്ള പ്രോഡക്റ്റുകൾ തന്നെ വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായും ആളുകൾക്ക് ഉപകാരപ്രദമാവണം. നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഇപ്പോൾ ആ പ്രോഡക്റ്റിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് 2 ഹെർബൽ ഷാമ്പുകളാക്കി മാറ്റി. അത് ഒന്ന് കോക്കനട്ട് മിൽക്ക് അലോവേറ ഷാമ്പു ആണ്. അലോവേറയും തേങ്ങാപ്പാലിന്റെ പിന്നെ എക്സ്ട്രാക്ട് കൂടെ ചേർത്തിട്ടുള്ളതാണ്. വളരെ റിസൾട്ടാണ്. മറ്റൊരു കണ്ടീഷണറാണോ? അത് കണ്ടീഷണറാണ്. അത് നാച്ചുറൽ കണ്ടീഷണറാണ്. നിങ്ങൾ വേറെ കണ്ടീഷണർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ അലോവേറയും അംലയും നേരത്തെ ഉണ്ടായിരുന്ന പ്രോഡക്ട്സുകളിൽ ഉണ്ടായിരുന്ന 4-5 ഹെർബ്സ് കൂടെ ചേർത്തിട്ടുള്ള 2 നല്ല റിസൾട്ടാണ്. ഇത് മുടിയിൽ ദിവസവും നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രോഡക്റ്റാണ്. ദിവസവും ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്ന നമുക്ക് തലമുടി നിങ്ങൾക്ക് കഴുകാം. ഈവൻ ഒരാൾക്ക് ഫേസ് വാഷ് ഒന്നും ഒരാൾ വാങ്ങിച്ചിട്ടില്ല, താടി ആൾക്കുണ്ട്, ആൾക്ക് താടി വാഷ് ചെയ്യാനും മീശ വാഷ് ചെയ്യാനും ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഒരു പ്രശ്നമില്ല. ഇത് കൂടാതെ നമ്മുടെ പുതിയ പ്രോഡക്റ്റുകളെ നമുക്കിപ്പോ ഷോപ്പിൽ കണ്ടു, മുൾത്താനി വെട്ടി മുതൽ പിന്നെ ഫേസ് പാക്കുകൾ ഒരുപാട്. അതെ, റോസ് വാട്ടർ ഉണ്ട്, റോസ്മേരി പൗഡർ വാട്ടർ ഉണ്ട്, പിന്നെ റെഡ് സാൻഡിൽ ഉണ്ട്, മസ്ക് ടർമറിക് ഉണ്ട്. ഇങ്ങനെ തുടങ്ങുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഹെയർ കെയർ എടുത്തു കഴിഞ്ഞാൽ ഹെയർ കെയറിൽ നമുക്ക് 2 തരം ഹെയർ ഓയിലുകളുണ്ട്. ഒന്ന് ഹിബിസ്കസ് ഹെയർ ഓയിലാണ്. മുടി വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള അതാണ്. അതിൽ പരാജയം എന്താ വെച്ചാൽ ഇടക്കിടക്ക് ബാർബർ ഷോപ്പിൽ കൊണ്ടുവരുന്നതാണ് പുരുഷന്മാരെ പരാജയം. കാരണം മുടി നമ്മൾ വളരുന്നുണ്ട്. ഇല്ലാത്തടത്ത് വളരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ചില ആളുകളുടേതാണ്, നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ആന്റി ഡാൻഡ്രഫ് ആൻഡ് ഹെയർ ഫോൾ കൺട്രോൾ ഹെയർ ഓയിൽ. ഇത് മുടി കൊഴിച്ചിൽ നിൽക്കാനും താരൻ പോകാനും നല്ലതാണ്. ഈ 2നും ഇതിന്റെ കോമ്പിനേഷൻ പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ ഹെർബൽ ഷാമ്പു ഉപയോഗിക്കുകയാണ് നല്ലത്. ഈ 2 ഹെയർ ഓയിലുകളും നമുക്ക് ആഫ്റ്റർ ഷവർ ആയിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ട്, എണ്ണ തേക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്, കുളിക്കുന്നതിന് മുമ്പ് അയാൾ കുളിച്ചു കഴിഞ്ഞിട്ട് സുഖമായിട്ട് തലവെട്ടി അടക്കം ചെറുതായി തേക്കുകയും ചെയ്യാം. നമുക്ക് നല്ലൊരു സുഗന്ധം ഉണ്ടാവുകയും ചെയ്യും. ഈ മരുന്ന് എണ്ണകൾക്കൊക്കെ സത്യത്തിൽ രൂക്ഷമായ ഗന്ധം ഉണ്ടാവുക. കുളിക്കുമ്പോഴൊക്കെ സുഖമായിരിക്കും, പക്ഷെ മറ്റുള്ളവർക്ക് പക്ഷെ ഇതങ്ങനെ ഉണ്ടാവില്ല. നേർത്ത സുഗന്ധമാണ് ഉണ്ടാവുക. അതാണ് അതൊന്ന്. പിന്നെ നമുക്ക് ഹെയർ ജെല്ലുണ്ട്. ഇപ്പൊ അതിന്റെ നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട 3-4 സംഗതികളുള്ളത്. അതിപ്പോ കുറച്ചു കാലമായിട്ട് നമുക്ക് അവൈലബിലിറ്റി കുറവായിരുന്നു. ഇപ്പൊ വീണ്ടും അത് വരികയാണ്. പിന്നീട് നമുക്ക് ആ റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ സ്കിൻ കെയറിലേക്ക് വരാം. സ്കിൻ കെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഷാമ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടാണ് പറയാത്തത്. സ്കിൻ കെയറിലേക്ക് വന്ന ധാരാളം പ്രോഡക്ട്സ് നമുക്കുണ്ട്. നിങ്ങൾ പറഞ്ഞ മുൾത്താനി മിട്ടി എന്ന സത്യത്തിൽ മണ്ണാണ്. മുൾത്താനി മിട്ടി പല ക്വാളിറ്റിയിലുള്ളതുണ്ട്. മുൾത്താനി മിട്ടി റോസ് വാട്ടറും ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ പലപ്പോഴും മുഖത്ത് കുരുകളുണ്ടായതിന്റെ കലകളൊക്കെ പോകാൻ വേണ്ടി പല തരത്തിലുള്ള പ്രോഡക്ട്സുകൾ വിലപിടിപ്പുള്ളതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷനാണ് മുൾത്താനി മിട്ടി റോസ് വാട്ടർ കോമ്പിനേഷൻ. സുഖമായിട്ട് കലകൾ പോകും. പിന്നെ നമുക്ക് മുൾത്താനി മിട്ടി, മസ്ക് ടർമറിക്, റെഡ് സാൻഡിൽ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ ഫേസ് പാക്ക് ഉണ്ട്. ഇതും റോസ് വാട്ടറിലോ പാലിലോ ഒക്കെ നമുക്ക് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. മുൾത്താനി മിട്ടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1/2 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ആഴ്ചയിൽ 3 ദിവസം ഉപയോഗിക്കാവൂ. ഫേസ് പാക്ക് നമുക്ക് ഒന്ന് ഉപയോഗിക്കാം. അങ്ങനെ അതിന് നമുക്ക് ജെല്ലുകളുണ്ട്. അലോവേറ പ്ലെയിൻ ജെല്ലുണ്ട്, പ്യൂർ അലോവേറയാണ് കേട്ടോ. അലോവേറ പപ്പായ ജെല്ലുണ്ട്, അലോവേറ കുക്കുംബർ ജെല്ലുണ്ട്, അലോവേറ സഫ്രോൺ ജെല്ലുണ്ട്, അലോവേറ റോസ് ജെല്ലുണ്ട്, അലോവേറ സാൻഡിൽ ജെല്ലുണ്ട്. എല്ലാം നമ്മുടെ ഓൺ പ്രോഡക്റ്റുകളെ കുറിച്ച് മാത്രമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഇതിനെല്ലാം നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ഉള്ള ഒരു കമ്പനിയാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ പക്ഷെ ഉപയോഗിച്ച് തുടങ്ങിയ ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ കമ്പനിയാണ്. 10 ആളാന്ന് വിളിച്ചുകൊണ്ട് ഒരു വെറുതെ ഒരു സംഗതിക്ക് 100 ആളാന്നൊരു പ്രോഡക്റ്റ് അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കതിൽ ആത്മവിശ്വാസം നൽകുന്ന അല്ലെങ്കിൽ ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ജെല്ലുകളുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. പിന്നീട് നമുക്ക് ഫേസ് വാഷ് 2 ഉണ്ട്. നീം ഫേസ് വാഷ് ഉണ്ട്, ഓറഞ്ച് ഫേസ് വാഷ് ഉണ്ട്.
ഇത്തരം റേഞ്ചുകളൊക്കെ നമ്മുടെ സ്കിൻ കെയറിന്റെ കാര്യത്തിൽ നമുക്കുണ്ട്. ഒരു ടെർമറിക് ഫെയർനെസ് ക്രീം എന്ന് പറയുന്ന ഒരു ഫാന്റാസ്റ്റിക് പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ വെളുത്തിട്ട് പാറുന്ന ഒരു കാലമാണല്ലോ. വെളുത്തിട്ട് പാറുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ കലാഭവനെ മമ്മൂട്ടിയാക്കാൻ നമ്മൾ പറയുന്നില്ല. ഒരാൾക്ക് അയാളുടെ സ്കിന്നിനെ ഏറ്റവും ഭംഗിയാക്കി തിളക്കമുള്ളതാക്കാനും അയാളുടെ ഒരു നിറം ഉള്ള ഒരാള് അയാൾക്കതിന് വർദ്ധിപ്പിക്കാം. നിറമില്ലാത്ത ഒരാൾക്ക് സ്കിന്നിന്റെ ഭംഗി വർദ്ധിപ്പിക്കാം. ഇപ്പോൾ ഒരാൾ നിറം ഇരുണ്ടു പോയാൽ അതിനെ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും, തിളക്കം കൂട്ടാൻ പറ്റും. അപ്പൊ അതിന് മാക്സിമം ഗുണകരമായ ഫെയർനെസ് ക്രീം ഉണ്ട്. നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഒരു 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയിൽ ഉപയോഗിച്ചാൽ ആൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. നമുക്കിനി ഇപ്പോൾ ഈ മറ്റേതൊക്കെ പറഞ്ഞതൊക്കെ പിന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ നീലമരി കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണ്. ഇനി നമ്മൾ ഹെൽത്ത് കെയറിലേക്ക് വരുമ്പോൾ ഒരുപാട് ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ കാര്യങ്ങൾ ഹെൽത്ത് കെയറിൽ നമുക്ക് നല്ല ഒരു പിന്നെ എന്താ പറയാ തീർച്ചയായിട്ടും ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ആളുകൾക്ക് കണ്ണ് ചിമ്മി ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഹെൽത്ത് കെയർ ആകുമ്പോൾ പിന്നെ ഇതില് പ്രധാനപ്പെട്ട സംഗതി ഇന്ന് ലോകത്തിലെ ഹെൽത്ത് കെയർ മാർക്കറ്റിലെ ഏറ്റവും വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള സംഗതി ഡയറ്ററി സപ്ലിമെന്റ്സുകളാണ്. ഡയറ്ററി സപ്ലിമെന്റ്സുകൾ ഇന്ന് ലോകത്ത് വലിയ രീതിയിൽ അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് ഏത് ഹോസ്പിറ്റലുകളിലും പിന്നെ ഒരു എന്താണ് നിങ്ങൾ കഴിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടി ഡോക്ടർ ഒരാളെ നിർദ്ദേശിക്കും അല്ലേ. സാധാരണ ഒരു ഡയറ്റ് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഒരാളുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള പ്രോഡക്ട്സുകൾ ഇന്ന് മാർക്കറ്റിൽ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഏറ്റവും വിശ്വാസ്യതയുള്ള പ്രോഡക്റ്റായി മാറുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ ഇന്ന് ഡയറ്ററി സപ്ലിമെന്റ്സിൽ പ്രത്യേകിച്ചും ഡയറ്ററി സപ്ലിമെന്റ് ക്യാപ്സൂളിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ചില കമ്പനികളുമായി കൊളാബറേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അത്രയും വിശ്വാസ്യതയുള്ള ഇന്റർനാഷണൽ മാർക്കറ്റിൽ ബിസിനസ്സുള്ള, അതായത് നമ്മുടെ എല്ലാ പ്രോഡക്ട്സും ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ പോകാത്ത ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നില്ല. ഉദാഹരണത്തിന് ഒരു നീലാമരി എന്ന് വെച്ചുള്ളൂ. നീലാമരി പൊടിച്ചു തരുന്ന 100,000 കമ്പനികൾ ഉണ്ടാവും. പക്ഷെ നമുക്കൊരു പരിശോധനയിൽ ഇത് പിന്നെ സംശുദ്ധമാണെന്ന് തെളിയിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് ചിലവ് കൂടുതലുണ്ട്, എല്ലാ മേഖലയിലുണ്ട്. കാരണം ഈ ക്വാളിറ്റി മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുമ്പോൾ ഒരു ബാച്ച് നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ. നമ്മുടെ ഡയറ്ററി സപ്ലിമെന്റ്സ് എല്ലാം വളരെ ഇന്റർനാഷണൽ നിലവാരം പുലർത്തുന്ന പ്രോഡക്റ്റുകളാണ്. നാച്ചുറൽ കണ്ടന്റ് മാത്രമേ ഉള്ളൂ. ഓരോ ബാച്ചിലും നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പുറത്തുള്ള മാർക്കറ്റിൽ വരെ ഇപ്പോൾ ഈ മാർക്കറ്റ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിന് 5 വർഷമായിട്ട് വളരെ ഭംഗിയായിട്ട് പോകുന്ന മാർക്കറ്റാണ്. അവിടെയൊക്കെ ഇത് ഈസി ആയിട്ടാണ് ഇത് പാസ്സാവുക. കാരണം ഇതിന്റെ ക്വാളിറ്റി ഉണ്ട്, ഇന്റർനാഷണൽ ക്വാളിറ്റി ഉണ്ട്. നമ്മൾ പിന്നെ ഈ പ്രോഡക്റ്റുകളിലെല്ലാം നാച്ചുറൽ കണ്ടന്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു റിസർച്ച് ടീമുണ്ട്. അതിൽ ആയുർവേദ ഡോക്ടർമാരുണ്ട്, അലോപ്പതി ഡോക്ടർമാരുണ്ട്, യുനാനി ഡോക്ടർമാരുണ്ട്, ഹോമിയോ ഡോക്ടർമാരൊക്കെ ഉണ്ട്. നമ്മൾ ഒരു കാര്യത്തിൽ നമുക്ക് ഇത് കൂടുതലും നമ്മൾ ഈ കാര്യത്തിൽ ആയുർവേദ ഡോക്ടർമാരാണ് നമ്മളെ ഇതിന് കൂടുതലായിട്ട് സഹായിക്കുന്നത്. നമുക്കൊരു ടീമുണ്ട്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മുടെ ടീം ഒരു കോമ്പൻസേഷൻ കൊടുത്തു തീർച്ചു. ഈ ഡയബറ്റിക് കെയറിന് ഇന്നതാണ് ഞങ്ങളുടെ സംഗതികൾ, ഇത്തരം പ്രോഡക്ട്സുകളാണ് ചേർക്കേണ്ടത് എന്ന് പറഞ്ഞാലും അവരുടെ സയന്റിസ്റ്റുകൾ അപ്രൂവ് ചെയ്യാതെ നമുക്ക് ആ പ്രോഡക്റ്റ് തരില്ല. അതാണ്. ഇതൊരു ഉദാഹരണം പറയാം. നമ്മുടെ വളരെ മൂല്യമുള്ള പ്രോഡക്റ്റാണ് സ്ട്രെസ് ഫ്രീ എന്നിട്ട് പ്രോഡക്റ്റ് ഉണ്ട്. അത് ടെൻഷനുള്ള കാലമാണെന്ന്, മാനസികമായ പ്രയാസമുള്ളവർക്ക് ഉപയോഗിക്കാം. അപ്പൊ അതിലെ കണ്ടന്റുകൾ പിന്നെ ജീരക ബിലോബ, ജിൻസങ്, അശ്വഗന്ധ, പിന്നെ ബ്രഹ്മി തുടങ്ങിയതൊക്കെയാണ്. ഇത് നമ്മൾ കൊടുത്തപ്പോൾ ഇതില് ഗ്രീൻ ടീ കൂടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞവരാണ്. അപ്പോഴാണ് അതിന്റെ ശരിയായിട്ടുള്ള സംഗതിയാകുന്നത്. അപ്പോൾ ഇത് ഉദാഹരണം പറയാം ഞാൻ. അപ്പൊ അവരുടെ കൂടെ, അതായത് ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആ കമ്പനിയുടെ ഔദ്യോഗികതയിൽ കൂടെ മാത്രമാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറ്ററി സപ്ലിമെന്റ്സിൽ നമുക്ക് ഡയബറ്റിക് കെയറിൽ ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഡയബറ്റിക് ഉള്ള ആളുകൾ ജോയിന്റ് കെയർ, ഇപ്പോൾ ജോയിന്റ് കെയറിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട്. നാച്ചുറലായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ. കാരണം ഉള്ളിലുള്ള ഈ നീർക്കെട്ട്, അതായത് മുട്ടിനിടയിൽ സന്ധികളിലാണൊക്കെ നീർക്കെട്ട് നമുക്ക് പല മരുന്നുകളിലും നമുക്ക് വേദന സംഹാരമാണ് കൊടുക്കുക. ഇവിടെ മനസ്സിലായി അതിനെ നമുക്ക് ആ നീര് കളയാൻ കഴിയും. അപ്പോൾ തന്നെ വേദന അവർക്ക് ഏകദേശം ആശ്വാസമാവും. പിന്നെ അവിടുത്തെ ആ സംഗതി തിരിച്ചു വളർത്താൻ അവിടെ എന്താണ് കുഴപ്പമുള്ളത്, കുഴപ്പത്തെ പരിഹരിക്കുക എന്നുള്ള പ്രോഡക്ട്സുകൾ, അതായത് അതിലുള്ള പോഷകങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ അത്തരം പ്രോഡക്റ്റുകൾ ഇപ്പോൾ മാർക്കറ്റിലും അതേപോലെ തന്നെ
ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് പ്രചാരം. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കഴിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പിന്നീടാവും ചിലപ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പൊ ആ റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോഡക്ട്സുകൾ ഞാൻ പറഞ്ഞല്ലോ വളരെ ഔദ്യോഗികമായി അത്തരം കാര്യങ്ങളിലുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. കാരണം നമ്മൾ ഇതിൽ സത്യത്തിൽ രണ്ടാം പാർട്ടിയാണ്. അവർ ഇത് എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് നൽകുകയാണ്. അതായത് മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മളല്ല, ഹെൽത്ത് കെയർ അത് അവർ തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് അതിന് എത്രയോ കാലത്തെ പ്രൂവൺ ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്, അംഗീകാരങ്ങളുണ്ട്. ആ അംഗീകാരമുള്ള പ്രോഡക്റ്റ് നമ്മുടെ ബ്രാൻഡിൽ ചെയ്തു തരുന്ന ഒരു സംഗതിയാണ്. പക്ഷെ പലപ്പോഴും നമ്മളുടെ ഒരു സഹായിക്കുന്ന ഒരു ടീം, ഒരു മെഡിക്കൽ അങ്ങനെ പറയാം, ഒരു സയന്റിസ്റ്റുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ആളുകളുടെ നിർദ്ദേശങ്ങൾ അവർ വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. അത് അവരുടെയും കൂടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമുക്ക് നൽകുള്ളൂ. അതുകൊണ്ട് അതിനൊരു റിസ്ക് ഉള്ള പ്രശ്നമില്ല. പ്രൂവൺ ആയിട്ടുള്ള കമ്പനികളായിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മളെ സർട്ടിഫിക്കേഷൻ ഒക്കെ നമുക്കിപ്പോ ISO സർട്ടിഫിക്കേഷൻ ഉണ്ട്, GMP ഉണ്ട്, നമുക്ക് ഹെൽത്ത് പ്രോഡക്ട്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇത് മൂന്നും നമുക്കുണ്ട്. അത് പിന്നെ നേരത്തെ തന്നെ നമുക്ക് ലഭ്യമായി നമുക്ക് വലിയ, കാരണം നമ്മുടെ പ്രോഡക്ട്സുകളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും നമ്മുടെ കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും നമ്മുടെ കമ്പനി കാണിച്ചിട്ടുള്ള റിസ്ക് എന്ന് ഞാൻ പറയാം ഉത്തരവാദിത്തത്തേക്കാൾ കൂടുതൽ അതിന് നമുക്ക് കിട്ടിയ അംഗീകാരമാണ്. എന്തുള്ളത് വേറെ എന്തെങ്കിലും ഉണ്ടോ പുതിയതായിട്ടുള്ള? അല്ല, എനിക്കൊന്നുമില്ല, എനിക്ക് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്ത് പറയാൻ മാത്രം. പിന്നെ ഇതിൽ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്? മറ്റുള്ള എല്ലാ പ്രോഡക്ട്സും ഉപയോഗിക്കുമ്പോൾ നിർദ്ദേശങ്ങൾ കൊടുക്കുക വെച്ചാൽ മതി. അത് ഇതിന്റെ കൂടെ ഉണ്ടാവും ഞാൻ മനസ്സിലാക്കി. അതായത് ആദ്യം പറഞ്ഞു ചോദിച്ചാൽ, അതായത് ഇതിപ്പോ അമിതമായിട്ട് ഏത് മരുന്നാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഇതാണെങ്കിലും അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞല്ലേ, ഇത് നേരത്തെ ഫസ്റ്റിൽ പറഞ്ഞു നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ അവർ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഫലം ചിലപ്പോൾ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈ നീലാമേരി മൈലാഞ്ചിന്റെ കാര്യത്തിൽ തന്നെ എല്ലാവർക്കും അത് അതിന് ഫലം കിട്ടുമെങ്കിലും അപൂർവം ചിലപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ ഇതിന്റെ അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ? അപ്പൊ നമ്മള് ഒന്ന് ഗ്രീൻ മാർക്കറ്റിൽ തന്നെ ഒഫീഷ്യൽ ചാനൽ ഫോളോ ചെയ്യുക. ഞാനത് നിങ്ങളുടെ കൂട്ടത്തിലാകുമ്പോൾ പോലും പറയണ ദശയിൽ. രണ്ടാമത്തത്, ഒരു സംശയം വന്നാൽ ഉടനെ നമ്മുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ കസ്റ്റമർ കെയറിൽ അല്ലെങ്കിൽ നമ്മുടെ ഡീലേഴ്സിനൊക്കെ ബന്ധപ്പെടാം. ഒന്നില്ലെങ്കിൽ നമ്മൾ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ പോലും വാട്സപ്പിൽ ഒരു മെസ്സേജ് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിഹാരം കിട്ടിയിരിക്കും. ഞാൻ ആദ്യം ഉപയോഗിച്ച സമയത്ത് എന്റെ സംശയം ആദ്യം ഉപയോഗിച്ചു, അത്ര റിസൾട്ട് പോരാ. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നിറമാറ്റമാണ് മാത്രം വന്നു. ഞാൻ വിളിച്ചു, ഒന്നുകൂടി ഉപയോഗിക്കാൻ പറഞ്ഞു. വീണ്ടും ഞാൻ വിളിച്ചു, നിങ്ങളെ അത്ര വേണമില്ല എന്നാ ഒന്നുകൂടി ഉപയോഗിക്കാം. അങ്ങനെ 3-4 പ്രാവശ്യം ഉപയോഗിച്ചാണ് ഫസ്റ്റ് സമയത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയത്. ഇതുപോലെ ചിലപ്പോൾ പല ഇതില് 2 കാര്യമുണ്ട്. മനുഷ്യന്മാരുടെ മനഃശാസ്ത്രമാണ്. ചില ആളുകൾ ഡ്രോപ്പ് ചെയ്ത് പോകും. ഡ്രോപ്പ് ചെയ്ത് പോകലും അവർ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എല്ലാവരും എല്ലാവരും നമ്മുടെ കസ്റ്റമർ ആക്കാൻ കഴിയില്ല, എല്ലാവരെയും നന്നാക്കാനും കഴിയില്ല. നമ്മുടെ ഇതൊരു എഡ്യൂക്കേഷൻ കൂടെ വേണ്ട ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റുകളാണ്. നമ്മുടെ ഡയറ്റ് സപ്ലിമെന്റ്സ് ആണെങ്കിലും നമ്മൾ കർശനമായ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നവരെ നമുക്ക് വേണ്ടു. അത് ഇപ്പൊ മാർക്കറ്റ് മുഴുവൻ ബ്ലാസ്റ്റ് ചെയ്ത് കോടീശ്വരരാകുക എന്നുള്ളതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. ഇതിലൂടെ കിട്ടുന്ന എല്ലാം നമ്മുടെ സന്തോഷമാണ്. അതുകൊണ്ട് ഈ പ്രോഡക്റ്റ്സ് ഞാൻ പറയാറുണ്ട്. ഇപ്പൊ ചിലർ നമ്മുടെ ഷോപ്പിൽ വരും, നമ്മുടെ കമ്പനി ഷോറൂമിൽ വരും. ഞാൻ തന്നെ ഉള്ള സമയത്താണ്. അപ്പൊ പ്രോഡക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ അല്ല അതൊക്കെ അറിയാം, അത് നിങ്ങൾ അറിഞ്ഞാൽ പറ്റില്ല. കാരണം ഇത് ഇപ്പൊ ഉദാഹരണത്തിന് നീലാമരയിൽ ഉപയോഗിക്കുമ്പോൾ ഇത് 2 മണിക്കൂർ ഉപയോഗിക്കേണ്ടതാണ്. ഇത് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ 2 മണിക്കൂറാണ് പോവുക. അതുകൊണ്ട് ദയവായി ഞങ്ങളെ ഫോളോ ചെയ്തേ പറ്റും. അതുകൊണ്ട് ഡയറ്ററി സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിലും ഹെൽത്ത് കെയറിൽ മറ്റു പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവരാണ്. ഇപ്പൊ നമുക്കിപ്പോ അശ്വഗന്ധ, മുക്കുന പൗഡർ, ഈ കൂവപ്പൊടി തുടങ്ങിയിട്ട് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നാച്ചുറൽ ശർക്കര ഉണ്ട്, കെമിക്കലില്ലാത്ത ശർക്കര ഉണ്ട്. നമുക്ക് ഭയങ്കര റിസൾട്ടാണ്. വലിയ റിസൾട്ടുള്ള പ്രോഡക്റ്റാണ്. ഭയങ്കരമായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്ന സന്തോഷമുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളുണ്ട്. പിന്നെ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ വീണ്ടും സംശയമില്ല. പക്ഷെ മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഒന്ന് അന്വേഷിച്ച് സംശയം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതെ നമ്മൾ ഫോളോ ചെയ്യാന്നുള്ളതാണ് യഥാർത്ഥ റിസൾട്ട് കിട്ടാനുള്ള ഒരു കാര്യം. പിന്നെ ഏത് പ്രോഡക്റ്റുകൾക്കും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിക് കെയറിൽ 10-15 വർഷമായ ആളുകൾക്ക് ആശ്വാസം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിലെ വലിയ അവകാശവാദമല്ല, ഒട്ടും റിസൾട്ട് കൊടുക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് റിസൾട്ട്. അത് മനുഷ്യരുടെ പല പ്രകൃതമാണ്. പക്ഷെ മഹാഭൂരിപക്ഷത്തിന് ആശ്വാസം നൽകാൻ സാധിച്ചിട്ടുള്ളതുകൊണ്ട്
പ്രൊഡക്റ്റുകളെ കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. ഇത് പറഞ്ഞു വരുമ്പോൾ പ്രത്യേകിച്ചും ഇൻഡിഗോയുടെ കാര്യത്തിലൊക്കെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കെമിക്കൽ അലർജി ഉള്ള ആളുകളാണ് നമ്മുടെ വലിയൊരു ശതമാനം ആൾക്കാർ. കെമിക്കൽ അലർജിയാണ്. അപ്പം പക്ഷേ കെമിക്കൽ അലർജി ഉള്ള ചില ആളുകൾക്ക് ഹെർബൽ അലർജി ഉണ്ടാവും. അപൂർവങ്ങളിൽ 10,000-ൽ 10 ഒക്കെ ആളുകൾ അയക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചെങ്കിൽ പിന്നെ ഇപ്പോൾ ഓറഞ്ച് കഴിച്ചാൽ അലർജി ഉള്ള ആൾക്കാരുണ്ട്. മുറിവുണ്ടായാൽ കമ്മ്യൂണിസ്റ്റ് അപ്പം അരച്ചു പുരട്ടിയാൽ അവിടെ തുടുത്തു വരുന്ന ആൾക്കാരുണ്ട്. ഇത് ഒരു പ്രകൃതമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ നീലാംബരി ആന്റിടോക്സിക് ഔഷധം നല്ല രൂക്ഷമായിട്ടുള്ള സംഗതിയൊക്കെ ആയതുകൊണ്ട് നീലാംബരി ഉപയോഗിച്ചാൽ കെമിക്കൽ പോലെ അലർജി വന്ന ആളുകൾ നമ്മുടെ ഹിസ്റ്ററിയിലുണ്ട്. അവർക്ക് ഇത് സൂട്ടബിൾ അല്ല. പക്ഷെ അത് വ്യാപകമല്ല, വളരെ അപൂർവമാണ്. അപ്പം എല്ലാ പ്രോഡക്റ്റുകൾക്കും ലോകത്തെ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. അങ്ങനെയാണ്. നമ്മുടെ പല ജെല്ലുകളുണ്ട്, ഫേസ് ജെല്ലുകൾ നമ്മൾ തന്നെ കണ്ടെത്തിയതനുസരിച്ച് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് റിസൾട്ട് കിട്ടാത്തവരുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് സ്കിൻ ടൈപ്പുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പ്രോഡക്റ്റ് പരീക്ഷണാർത്ഥം ഉപയോഗിച്ചവർക്ക് ചിലപ്പോൾ റിസൾട്ട് ഉണ്ടായിട്ട് അത് അവരുടെ സ്കിൻ ടൈപ്പിന്റെ വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് പൊതുവിൽ 80-90% ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കുക. 10%, 5% ഒക്കെ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ ഉണ്ടാകാം എന്നുള്ള ഒരു സംഗതി മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോ എനിക്ക് അവസാനമായിട്ട് ഈ എല്ലാ സംശയങ്ങളും തീർന്നു എന്ന് നമുക്ക് ഇതിന്റെ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതെ. അപ്പോ അടിയിൽ കമന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കോൺടാക്ട് ചെയ്യാന്നുള്ളത് മാത്രമേ തീർച്ചയായിട്ടും തൽക്കാലം അവസാനിപ്പിക്കും. അതിന്റെ അതിനേക്കാൾ സന്തോഷം എന്താ വെച്ചാൽ ഗ്രീൻ മാർക്കിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പിന്നെ അള്ളാഹു ഞാൻ പറയണ അങ്ങനെയാണ്, സർവശക്തൻ നിയോഗിച്ച ഒരാളായിട്ടാണ് ഞാൻ മുഹമ്മദ് അലിയെ കണ്ടിരുന്നത്. ഒരുപക്ഷെ ഇതിന്റെ രണ്ടാം എറ ഗ്രീൻ മാർക്കിന്റെ മറ്റൊരു ഉയർപ്പിന് വേണ്ടിയായിരിക്കും. ഈ ബിസിനസ് ഒക്കെ വളരെ സ്റ്റഡി ആയിട്ട് പോകുന്നു. ഈ കുറച്ചുകൂടെ നന്നാവാൻ വേണ്ടിയായിരിക്കും ഒരു പക്ഷെ മുഹമ്മദ് അലി വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവുക. എന്തായാലും സന്തോഷമുണ്ട്. വന്നൊരു നന്ദി. തീർച്ചയായിട്ടും നന്നാവട്ടെ. താങ്ക് യു.